ഹലോ സ്റ്റുഡൻസ്, JRF റാങ്ക് ബൂസ്റ്റർ സീരീസിലെ മറ്റൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു സെഷനിൽ ഓർഗാനിക് കെമിസ്ട്രിയിലെ റിയാക്ഷൻ മെക്കാനിസംസ് എന്ന മോഡ്യൂളിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആയിട്ടുള്ള ഹാമറ്റ് ലോ അഥവാ ഹാമറ്റ് ഇക്വേഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രീവിയസ് ഇയർ CSIR നെറ്റ്, അതായത് ജൂൺ 2025 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ കാണാൻ പോകുന്നത്. സ്പെസിഫിക്കലി പാർട്ട് സിയിലാണ് ഈ ക്വസ്റ്റ്യൻ വന്നത്, അതായത് ഒരു 4 മാർക്ക് ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ ഇതിന്റെ ഒരു കൺസെപ്ച്വൽ അണ്ടർസ്റ്റാൻഡിങ് എന്താണ്, എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റുക എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വിൽ ബി ട്രൈങ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് എക്സാക്ട്ലി ഈസ് എ ക്വസ്റ്റ്യൻ. അപ്പോൾ ക്വസ്റ്റ്യൻ വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ്, നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ പറ്റുന്നതേ ഉള്ളൂ. എന്താണ് ഹാമറ്റ് പ്ലോട്ട് ഫോർ ദി ഫോളോയിങ് ട്രാൻസ്ഫോർമേഷൻ ഈസ്, അല്ലെ, തന്നിരിക്കുന്ന ട്രാൻസ്ഫോർമേഷന്റെ ഹാമറ്റ് പ്ലോട്ട് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു സിമ്പിൾ ട്രാൻസ്ഫോർമേഷൻ ആണ്, നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. ഒരു ടെർഷ്യറി ആൽക്കഹോൾ ബ്രോൺസ്റ്റഡ് ആസിഡ് കണ്ടീഷനിൽ ഒരു സൈക്ലൈസേഷൻ സംഭവിക്കുന്നു, അല്ലെ. ഒരു 5 മെമ്പേർഡ് റിംഗ് സ്കെലിറ്റൺ ഇവിടെ ഉണ്ടാകുന്നുണ്ട്. വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല. ബേസിക്കലി വാട്ടർ എലിമിനേറ്റ് ആയിപ്പോയി, അല്ലെ. ഒരു സ്റ്റാൻഡേർഡ് കൈൻഡ് ഓഫ് SN1 റിയാക്ഷൻ പോലെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഇനി ഓൾറെഡി യൂണിവേഴ്സിറ്റി കണ്ടീഷണൽ ടെർഷ്യറി ആൽക്കഹോൾ ഒരു കാർബോക്കേറ്റോൺ തരുന്നത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്, അല്ലെ. അപ്പോൾ ഈ ഒരു ഹാമറ്റ് പ്ലോട്ടിന് 4 പ്ലോട്ടുകൾ തന്നിട്ടുണ്ട്. യു ക്യാൻ സി ആ 4 പ്ലോട്ടിൽ ഏതാണെന്ന് മാത്രമാണ് ചോദിക്കുന്നത്. സ്ട്രെയിറ്റ് അവേ കൺസെപ്റ്റ് അറിയാമെങ്കിൽ ഉത്തരത്തിൽ എത്താൻ പറ്റും. പക്ഷേ ഈ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഹാമറ്റ് പ്ലോട്ടും ഹാമറ്റ് ഇക്വേഷനുമായിട്ട് ബന്ധപ്പെടുത്തി നോക്കിയാൽ അതിന്റെ ഒരു അഡ്വാൻസ്ഡ് അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. സോ പലപ്പോഴും പലരും ഓവർലുക്ക് ചെയ്യുന്ന ഒരു ഏരിയ ആണ് ഈ ഒരു പോർഷൻ. അതുകൊണ്ടാണ് ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ഈ ഒരു ഡിസ്കഷന് വേണ്ടി നമ്മൾ ചൂസ് ചെയ്തത്. ഓൾറൈറ്റ്, സോ വി വിൽ ഗോ സ്ട്രേറ്റ് ഇൻടു ദി ഡിസ്കഷൻ ആൻഡ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ഹൗ ടു സോൾവ് ദിസ് ക്വസ്റ്റ്യൻ. ഓൾറൈറ്റ്, സോ തന്നിരിക്കുന്ന ട്രാൻസ്ഫോർമേഷന്റെ റിയാക്ഷൻ മെക്കാനിസം എന്താണെന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗ് നമുക്ക് വേണം. അതുകൊണ്ട് തന്നെ റിയാക്ഷൻ മെക്കാനിസം നിങ്ങൾക്ക് ഇവിടെ ഓൾറെഡി കാണാൻ സാധിക്കുന്നുണ്ട്. വിൽ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദി റിയാക്ഷൻ മെക്കാനിസം ഫസ്റ്റ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ സ്റ്റാർട്ടിംഗ് മോളിക്യൂളിനെ ഇവിടെ കാണാൻ പറ്റും, വിച്ച് ഈസ് ഓൾറെഡി ബീങ് ഡിനോട്ടഡ് ആസ് R ഈസ് ഫോർ റിയാക്ടന്റ്, അല്ലെ. അപ്പോൾ അസിഡിക് കണ്ടീഷനിൽ എന്താണ് സംഭവിക്കുക? ദർ വിൽ ബി എ പ്രോട്ടനേഷൻ ഹാപ്പനിങ്. നിങ്ങളുടെ OH പോയി പ്രോട്ടോണെ അബ്സ്ട്രാക്ട് ചെയ്യും, OH2+ ആവും, അല്ലെ. OH2+ ആയി കഴിഞ്ഞാൽ ആ ഒരു CO ബോണ്ട് ഹൈലി ലബൈലാകും. ലബൈലാകുമ്പോൾ അത് കാരണം എന്താണ് സംഭവിക്കുക? ആ പോസിബിൾ ആ പറയുന്ന പെർട്ടിക്കുലർ ബോണ്ടിലെ ഇലക്ട്രോൺസ് ഓക്സിജൻ കൂടെ പോകാനുള്ള സാധ്യതയുണ്ട്. അതായത് H2 ഒരു നല്ല ലിവിംഗ് ഗ്രൂപ്പ് ആയിട്ട് ആക്ട് ചെയ്യാം, റൈറ്റ്. അപ്പോൾ സ്റ്റെപ്പ് 2 എന്താണ് സംഭവിക്കുക? ഫസ്റ്റ് ഇന്റർമീഡിയറ്റ്, ദാറ്റ് ഈസ് ഇന്റർമീഡിയറ്റ് 1, the protonated form of the corresponding reactant will be actually expelling water from the system. സ്റ്റെപ്പ് 2 ഒരു ഡീഹൈഡ്രേഷൻ സംഭവിക്കും, leading to the formation of the corresponding carbocation. ഏതാണ്? ഇന്റർമീഡിയറ്റ് 2, അല്ലെ. അപ്പൊ ഇന്റർമീഡിയറ്റ് 2ലേക്ക് നോക്കിയാൽ യു ഹാവ് എ കാർബൺ സെന്റർ വിച്ച് ഇസ് ഇലക്ട്രോഫിലിക്, ആൻഡ് ഇലക്ട്രോഫിലിക് സെന്ററിന്റെ അടുത്ത് ഒരു ന്യൂക്ലിയോഫിലിക് സെന്റർ പ്രോക്സിമിറ്റിയിൽ ഉണ്ടെങ്കിൽ ഈ പ്രോബ്ലി ക്യാൻ എക്സ്പെക്ട് എ ന്യൂ ബോണ്ട് ഫോർമേഷൻ, അല്ലെ. അപ്പൊ അങ്ങനെ പ്രോക്സിമിറ്റിയിൽ ഉള്ള ഒരു ന്യൂക്ലിയോഫിലിക് സെന്റർ ആണ് ഈ പൈ സിസ്റ്റം. ആ പൈ സിസ്റ്റത്തിലുള്ള പൈ ഇലക്ട്രോൺസ് ക്യാൻ ഈസിലി ഇന്ററാക്ട് വിത്ത് ദിസ് ഇലക്ട്രോഫിലിക് കാർബൺ സെന്റർ, ലീഡിംഗ് ടു ദി ഫോർമേഷൻ ഓഫ് എ ന്യൂ ബോണ്ട്. ആ ബോണ്ടാണ് ഇവിടെ നിങ്ങൾക്ക് സ്റ്റെപ്പ് 3 ഉണ്ടായതായിട്ട് കാണാൻ സാധിക്കുന്നത്, ഒരു ഗ്രീൻ കളറിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെ. സോ ഇന്റർമീഡിയറ്റ് 3 is also actually a carbocation. ഈ കാർബോക്കേറ്റോന്റെ പ്രത്യേകത, യു ക്യാൻ സി ഇറ്റ് ഈസ് ബീങ് സ്റ്റെബിലൈസ്ഡ് ബൈ an extended conjugation within the same ring, അല്ലെ. ഇവിടെ ഒരു പൈ ഉണ്ട് which is in conjugation with another pi bond. Also ഈ ഒരു aromatic ring ആ കാർബോക്കേറ്റോനെ സ്റ്റെബിലൈസ് ചെയ്യുന്നുണ്ട്. Alright, now in step 4 what will happen? This H will be getting deprotonated to give the corresponding product. അപ്പോൾ പ്രോഡക്റ്റിൽ ഒരു 5 മെമ്പേർഡ് റിംഗ് ഉണ്ടാകുന്നതായിട്ട് കാണാൻ പറ്റും. അറ്റ് ദി സെയിം ടൈം ദിസ് പെർട്ടിക്കുലർ റിംഗ് വിച്ച് വാസ് ഹാവിംഗ് ദ കാർബോക്കേറ്റോൺ എന്താണ്? അരോമാറ്റിസിറ്റി റീഗെയിൻ ചെയ്യുന്നുണ്ട്, അല്ലെ. അപ്പോൾ 4 സ്റ്റെപ്പുകളുള്ള റിയാക്ഷൻ ആണ് കാണാൻ സാധിക്കുക. അപ്പോൾ ഈ ഒരു റിയാക്ഷനെ കുറച്ചുകൂടി അബ്സ്ട്രാക്ട് ഫോമിൽ റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ യു ക്യാൻ ചൂസ് ടു ഡ്രോ എന്ത് എനർജി പ്രൊഫൈൽ ഡയഗ്രാം വരച്ചാൽ മതി. ഇപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് ഒരു ജനറൽ 4 സ്റ്റെപ്പ് റിയാക്ഷന്റെ ഒരു എനർജി പ്രൊഫൈൽ ഡയഗ്രാം റെപ്രസെന്റേറ്റീവ് ആയിട്ട് എങ്ങനെ വരയ്ക്കണം എന്ന് ചോദിച്ചാൽ യു ക്യാൻ സീ ഇറ്റ് ഫ്രണ്ട് ഓഫ് യു. സ്റ്റാർട്ട് ഫ്രം ദി റിയാക്ടന്റ്, ഫസ്റ്റ് ഇന്റർമീഡിയറ്റ് forms in the first step, second intermediate forms in the second step, third intermediate forms in the third step, and your product forms in the fourth step, അല്ലെ. വളരെ എളുപ്പമാണ്. എല്ലാത്തിനും കറസ്പോണ്ടിങ് ആയിട്ട് കറസ്പോണ്ടിങ് ട്രാൻസിറ്റ് സ്റ്റേറ്റുകളും ഉണ്ടായിരിക്കും. ഇതാണ് ഒരു സ്റ്റാൻഡേർഡ് റെപ്രസെന്റേഷൻ. ഈ പെർട്ടിക്കുലർ എക്സാമ്പിളിന്റെ എന്നല്ല പറയുന്നത്, ഒരു 4 സ്റ്റെപ്പ് റിയാക്ഷന്റെ എനർജി പ്രൊഫൈൽ ഡയഗ്രാം നിങ്ങൾ ഇങ്ങനെ സ്റ്റാൻഡേർഡ് ആയിട്ട് വരയ്ക്കാവുന്നതാണ്. എന്തിനാണ് ഇത് വരച്ചതെന്ന് വെച്ചാൽ വിൽ ബി യൂസിങ് ദിസ് പെർട്ടിക്കുലർ എനർജി പ്രൊഫൈൽ ഡയഗ്രാം ഫോർ ഫർദർ അനാലിസിസ് ഓഫ് ദിസ് പെർട്ടിക്കുലർ ട്രാൻസ്ഫോർമേഷൻ. ഓൾറൈറ്റ്, അപ്പോൾ 4 സ്റ്റെപ്പുകൾ കണ്ടു, 3 ഇന്റർമീഡിയറ്റുകൾ കണ്ടു, കറസ്പോണ്ടിങ് ട്രാൻസിറ്റ് സ്റ്റേറ്റുകൾ കണ്ടു, റൈറ്റ്. ഇതിൽ 4 സ്റ്റെപ്പുകളിൽ നമുക്ക് ആക്ച്വലി എല്ലാ സ്റ്റെപ്പിനെ കുറിച്ചുള്ള അണ്ടർസ്റ്റാൻഡിങ് വേണ്ട. ഒരു കൈനറ്റിക് ഡേറ്റ മെഷർമെന്റ് എടുക്കുമ്പോൾ ഒരു ഫുൾ ട്രാൻസ്ഫോർമേഷന്റെ ഒരു ഒറ്റ സ്റ്റെപ്പിൽ മാത്രമേ നമ്മുടെ ഫോക്കസ് ഉണ്ടാവാറുള്ളൂ. ദാറ്റ് ഈസ് റീ ഡിറ്റർമിനിങ് സ്റ്റെപ്പ്, അല്ലെ. സ്ലോവസ്റ്റ് സ്റ്റെപ്പ് ഏതാണെന്ന് മനസ്സിലാക്കിയാൽ മതി. ആൻഡ് അത് മനസ്സിലാക്കണമെങ്കിൽ വി ക്യാൻ പ്രെറ്റി മച്ച് ലുക്ക് ഇൻടു ദിസ് 4 സ്റ്റെപ്പ് ഉണ്ട്. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഒരു ആസിഡ് ബേസ് റിയാക്ഷൻ ആണ്. യു ആർ ഹാവിംഗ് H+ which is an acid, അല്ലെ, റോസ്റ്റഡ് ആസിഡ് ആണ്. ആൻഡ് നിങ്ങളുടെ റിയാക്ടന്റ് ആണ് ഇവിടെ ബേസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. സോ നോർമലി അതൊരു ഇക്വിലിബ്രിയേഷൻ റിയാക്ഷൻ ആയിരിക്കും. വി ക്യാൻ പ്രെറ്റി മച്ച് സീ ഇറ്റ് ഫ്രം ദി ആരോ ഗിവൺ ഹിയർ, അല്ലെ. ഇക്വിലിബ്രിയേഷൻ ആണ്. സോ ഇക്വിലിബ്രിയേഷൻ റിയാക്ഷൻസ് ഒരിക്കലും ഒരു റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യതയില്ല. നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, അല്ലെ. ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേർഡ് റിയാക്ഷനും കൈൻഡ് ഓഫ് സിമിലർ റേറ്റിൽ ആയിരിക്കും നടക്കുക, അല്ലെങ്കിൽ ടുവേർഡ്സ് ഒരു സിമിലർ എക്സ്റ്റെന്റ് ഓഫ്
സ്പീഡ് ആയിരിക്കും അല്ലെ. അപ്പോൾ അതൊരു റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ് ആവില്ല, സ്ലോസ്റ്റ് സ്റ്റെപ്പ് ആകില്ല. നൗ ഇഫ് യു ആർ ലുക്കിംഗ് അറ്റ് ദി സ്റ്റെപ്പ് 4 എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് നടക്കുന്ന ഒരു സ്റ്റെപ്പാണ്. ബിക്കോസ് അതിന്റെ ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് എന്താണ്? Deprotonation will be actually giving a highly aromatically stable system, which is P, the product, right? അപ്പോൾ അത് വളരെ പെട്ടെന്ന് നടക്കും. That means your step 4 will be fast. ഓൾറെഡി പറഞ്ഞതുപോലെ സ്റ്റെപ്പ് 1 ഫാസ്റ്റ് ആയിരിക്കും. Now the question is between step 2 and step 3. ഇതിൽ ഏതാണ് സ്ലോവർ അല്ലെ? അപ്പൊ നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് നമ്മൾ കൊണ്ടുപോകാൻ പോകുന്നത് ആ ഒരു പോയിന്റിലായിരിക്കും. ഇതിൽ ഏത് സ്റ്റെപ്പാണ് സ്ലോവർ എന്ന് മനസ്സിലാക്കണം, റൈറ്റ്? ഓൾസോ യു ക്യാൻ സീ എക്സ് എന്ന് പറയുന്ന ഒരു സബ്സ്റ്റിറ്റ്യൂന്റ് തന്നിട്ടുണ്ട്. പാരാ പൊസിഷൻ ഓഫ് 2 ബെൻസീൻ റിംഗ്സ് അല്ലെ, 2 ബെൻസീൻ റിംഗിന്റെ പാരാ പൊസിഷൻ എക്സ് ഉണ്ട്. That will be having some role, right? അപ്പോൾ ആ എക്സ് ഒരു ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ആവാം, എക്സ് ഒരു ഹൈഡ്രജൻ ആവാം അല്ലെ, could be electron withdrawing group. അപ്പോൾ എക്സ് മാറുന്നതനുസരിച്ച് will it influence in the stability of these species? ഏതൊക്കെയാണ് ആ സ്പീഷീസ്? ഇന്റർമീഡിയറ്റ് 1, ഇന്റർമീഡിയറ്റ് 2, ഇന്റർമീഡിയറ്റ് 3. കാരണം നമ്മുടെ ഒരു ഫോക്കസ് അങ്ങോട്ടേക്ക് ലിമിറ്റ് ചെയ്യുന്നതിന്റെ കാരണം we are only interested in step 2 and step 3. As of now നമ്മുടെ ഉദ്ദേശം RDS കണ്ടുപിടിക്കുക അല്ലെ. അപ്പോൾ ഒന്ന് നോക്കിയേ, ഫസ്റ്റ് ഇന്റർമീഡിയറ്റിലേക്ക് നോക്കിയാൽ അതൊരു കാർബോകാറ്റോൺ അല്ല, ദർ ഇസ് എ പോസിറ്റീവ് ചാർജ് ആൻഡ് ബിക്കോസ് ഓഫ് ദാറ്റ് നിങ്ങളുടെ ഈ കാർബൺ ഒരു ചെറിയൊരു പാർഷ്യൽ പോസിറ്റീവ് ചാർജ് ഉണ്ടായിരിക്കും അല്ലെ. അതിനെ ആ പാർഷ്യൽ പോസിറ്റീവ് ചാർജിനെ സ്റ്റെബിലൈസ് ചെയ്യണമെങ്കിൽ എക്സ് എന്ന് പറയുന്ന ഗ്രൂപ്പിന്റെ മീസോമറിക് എഫക്ട് വഴി സ്റ്റെബിലൈസ് ചെയ്യാൻ പറ്റില്ല, റൈറ്റ്? ഇറ്റ് ക്യാൻ ഓൺലി ഡു ഇറ്റ് ത്രൂ ഇൻഡക്റ്റീവ് ഇഫക്ട്. പക്ഷേ ഇൻഡക്റ്റീവ് ഇഫക്റ്റിന്റെ പ്രശ്നം എന്താണ്? സിൻസ് ദിസ് എക്സ് ഈസ് അറ്റ് ദി പാരാ പൊസിഷൻ, ഈ ഒരു ദൂരത്തിലേക്ക് എത്താൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. സോ എക്സ് വിൽ നോട്ട് ബി ഹാവിംഗ് ദാറ്റ് മച്ച് എഫക്ട് ഓൺ ദി സ്റ്റെബിലിറ്റി ഓഫ് ദിസ് പെർട്ടിക്കുലർ ഇന്റർമീഡിയറ്റ് വിച്ച് ഈസ് ഇന്റർമീഡിയറ്റ് 1 അല്ലെ. അതേസമയം ഇന്റർമീഡിയറ്റ് 2ലേക്ക് നോക്കിയാലോ, ഈ കാർബോകാറ്റോൺ ഇരിക്കുന്നത് നൗ ദാറ്റ് ഈസ് എ ഫുൾ പോസിറ്റീവ് ചാർജ്. അത് ഇരിക്കുന്നത് ഈ പറയുന്ന എക്സ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആയിട്ടുള്ള അരോമാറ്റിക് റിംഗിന്റെ ബെൻസൈലിക് പൊസിഷനിലാണ്. ഓക്കെ, സോ എക്സ് ഒരു ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ആണെങ്കിൽ സർട്ടൻലി ഇങ്ങനെ ഒരു അരോമാറ്റിക് സിസ്റ്റത്തിൽ കൂടി കോൺജുഗേഷൻ വഴി ഒരു സ്റ്റെബിലൈസേഷൻ ഉണ്ടാവും അല്ലെ, ഹെവി സ്റ്റെബിലൈസേഷൻ. സോ എക്സ് വിൽ ആക്ച്വലി റിസൾട്ട് ഇൻ സം കൈൻഡ് ഓഫ് സ്റ്റെബിലൈസേഷൻ ഇഫ് എക്സ് ഈസ് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്. അതുപോലെ എക്സ് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ആണെങ്കിൽ ആ കാർബോകാറ്റോണിന്റെ ഡീസ്റ്റെബിലൈസേഷനും സംഭവിക്കാം. So what we actually try to say is എക്സിന് ഇന്റർമീഡിയറ്റ് 2ന്റെ റോളിൽ ഒരു സ്റ്റെബിലിറ്റി ഉണ്ട്. എക്സ് ഹാസ് സം റോൾ ഇൻ ദി സ്റ്റെബിലിറ്റി ഓഫ് ഇന്റർമീഡിയറ്റ് 2 which was not there in intermediate 1 അല്ലെ. ഇനി ഇന്റർമീഡിയറ്റ് 3ലേക്ക് പോയാലും ഇന്റർമീഡിയറ്റ് 3ൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ പോസിറ്റീവ് ചാർജിനെ സ്റ്റെബിലൈസ് ചെയ്യിക്കാൻ സഹായിക്കുന്നത് ഈ 2 പൈ ബോണ്ടുകളാണ് which exist in this particularly. അത് മാത്രമല്ല ഒരു എക്സ്റ്റൻഡഡ് കോൺജുഗേഷൻ ലെഫ്റ്റ് സൈഡിലെ അരോമാറ്റിക് റിംഗിലേക്ക് പോകുന്നതായിട്ട് കാണാൻ പറ്റും ഇഫ് യു ഡ്രോ ദി കറസ്പോണ്ടിങ് റെസൊണൻസ് സ്ട്രക്ചേഴ്സ് അല്ലെ. പക്ഷേ ഈ 2 റിംഗുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമാണ് ഈ പോസിറ്റീവ് ചാർജിന്റെ സ്റ്റെബിലൈസേഷൻ. ഇറ്റ് ഈസ് നോട്ട് ഡിപെൻഡന്റ് ഓൺ ദി പ്രസൻസ് ഓഫ് എക്സ്. കാരണം എക്സുമായിട്ട് കണക്റ്റഡ് അല്ല, ദർ ഈസ് നോ കോൺജുഗേഷൻ വിത്ത് റെസ്പെക്ട് ടു ദീസ് പെർട്ടിക്കുലർ അരോമാറ്റിക് റിംഗ്സ് ആൻഡ് ദി കറസ്പോണ്ടിങ് പോസിറ്റീവ് ചാർജ്. അപ്പോൾ ഇവിടെയും ഇന്റർമീഡിയറ്റ് 3യിലും എക്സിന് കറസ്പോണ്ടിങ് സ്റ്റെബിലിറ്റിയിൽ ഒരു റോൾ ഇല്ല അല്ലെ. അപ്പൊ എക്സിന് ആകെ റോൾ ഉള്ളത് ഇന്റർമീഡിയറ്റ് 2ന്റെ സ്റ്റെബിലിറ്റിയിൽ മാത്രമാണ്. സോ ഫാർ നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് ഇത്രയും ഉള്ളൂ. നമ്മുടെ ഉദ്ദേശം സ്റ്റെപ്പ് 2 ആണോ സ്റ്റെപ്പ് 3 ആണോ RDS എന്ന് മനസ്സിലാക്കുക. ആ ഒരു പ്രോസസ്സിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന 3 സ്പീഷീസുകൾ ഇന്റർമീഡിയറ്റ് 1, ഇന്റർമീഡിയറ്റ് 2, ഇന്റർമീഡിയറ്റ് 3 ആണ്. അതിൽ എക്സിന് ആകെ സ്റ്റെബിലിറ്റി റോൾ ഉള്ളത് ഇന്റർമീഡിയറ്റ് 2ൽ മാത്രമാണ്. ഓൾറൈറ്റ്, നൗ വി ആർ ഗോയിങ് ടു സീ എക്സ് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ആകുമ്പോഴും വിഡ്രോയിങ് ഗ്രൂപ്പ് ആകുമ്പോഴും ഈ സ്റ്റെപ്പ് ഏത് സ്റ്റെപ്പാണ് RDS ആകുന്നതെന്ന് നമുക്ക് നോക്കാം അല്ലെ. അപ്പോൾ നമ്മുടെ ഇൻട്രസ്റ്റിംഗ് പോയിന്റുകൾ ഇന്റർമീഡിയറ്റ് 1ഉം 2ഉം 3ഉം മാത്രമാണ്, കറസ്പോണ്ടിങ് ട്രാൻസിറ്റ് സ്റ്റേറ്റുകൾ മാത്രമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു സ്റ്റാൻഡേർഡ് നേരത്തെ പറഞ്ഞ റെപ്രസെന്റേറ്റീവ് ഫിഗറിലെ ഫോക്കസ് ചെയ്യേണ്ട പാർട്ട്. ഫസ്റ്റ് സ്റ്റെപ്പും സ്റ്റെപ്പ് 4ഉം വേണ്ട എന്ന് വെച്ചു ബിക്കോസ് ദേ ആർ ഫാസ്റ്റ് അല്ലെ. അപ്പോൾ എക്സ് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ആണെങ്കിൽ എന്ത് സംഭവിക്കും? അവർ ഫോക്കസ് ഷുഡ് ബി ഓൺ ഇന്റർമീഡിയറ്റ് 2 അല്ല. ഇന്റർമീഡിയറ്റ് 2ലേക്ക് നോക്കിയേ, ദിസ് ഇസ് ഇന്റർമീഡിയറ്റ് 2, അവിടെ മാത്രമേ അഫക്റ്റഡ് ആകുന്നുള്ളല്ലോ. അപ്പോൾ ഇന്റർമീഡിയറ്റ് 2 ആണെങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ? എക്സിന്റെ പ്ലസ് സം ഇഫക്റ്റ് കാരണം, റൈറ്റ്, എക്സിന്റെ പ്ലസ് സം ഇഫക്റ്റ് ഇഫ് ഇറ്റ്സ് ഹൈലി ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ത്രൂ പ്ലസ് സം ഇഫക്റ്റ് this carbocation will be stabilized. Stabilized എന്ന് പറഞ്ഞാൽ എനർജി പ്രൊഫൈൽ ഡയഗ്രത്തിൽ അത് എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക? It will go to a lower energy level, right? So I'll just copy the same picture and put it on the right side. Okay. So intermediate step 2, step 3 ഞാൻ മേലേക്ക് ഇടുകയാണ്. Intermediate 2 എന്തായി? ലോവർ ലെവലിലേക്ക് പോയി അല്ലെ, ലോവർ ലെവലിലേക്ക്, because it is getting stabilized if X is electron donating group. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ എനർജി പ്രൊഫൈൽ ഡയഗ്രാം എങ്ങനെയായിരിക്കും? Now I can actually draw the energy profile diagram like this, right? ഓൾറൈറ്റ്, അപ്പോൾ സ്റ്റെപ്പ് 2ഉം സ്റ്റെപ്പ് 3യും ഇപ്പൊ ഇങ്ങനെയാണ് ഇരിക്കുക. സ്റ്റെപ്പ് 2ന്റെ ആക്ടിവേഷൻ എനർജി ഇപ്പോൾ എന്തായി? ഇറ്റ് വിൽ ബി ദിസ് വൺ വിച്ച് ഈസ് ദി ഗ്യാപ്പ് ബിറ്റ്വീൻ ഇന്റർമീഡിയറ്റ് 1 ആൻഡ് ട്രാൻസിഷൻ സ്റ്റേറ്റ് 2 അല്ലെ. വളരെ സിമ്പിൾ ആണ്. ഇനി സ്റ്റെപ്പ് 2ന്റെ ആക്ടിവേഷൻ എനർജി എന്തായി? ഇന്റർമീഡിയറ്റ് 2ന്റെ ട്രാൻസിഷൻ സ്റ്റേറ്റ് 3ന്റെ എനർജി ഗ്യാപ്പ് ആണ് അല്ലെ. ഇറ്റ്സ് വെരി സിമ്പിൾ. സോ ഐ വിൽ ബി ഡ്രോയിങ് ദാറ്റ് ടു. അപ്പൊ ഇതിനെ ഞാനൊന്ന് റെപ്രസെന്റ് ചെയ്യുകയാണ്. ദിസ് ഇസ്
EA2. 2 means സ്റ്റെപ്പ് 2 ആക്ടിവേഷൻ എനർജി എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ദിസ് ഇസ് EA3. ഏതാണ് ബിഗർ? ക്ലിയർലി EA3 ആണ് ബിഗർ. അപ്പം കൂടുതൽ ബിഗർ ആയിട്ടുള്ള ആക്ടിവേഷൻ ബാരിയർ ഉണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി നോർമലി ഇത് RDS അല്ലെ. ഇപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം എക്സ് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ആകുമ്പോൾ ഏതായിരിക്കും RDS? സ്റ്റെപ്പ് 3 ആണ് RDS, right? That is pretty much simple. Now what happens if X is electron withdrawing group? നമുക്ക് നോക്കിയാലോ. We'll copy the same picture. X electron withdrawing group ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ നൈട്രോ ഗ്രൂപ്പ് ആണെങ്കിൽ എന്താ സംഭവിക്കുക? ഇവിടെ നൈട്രോ ഗ്രൂപ്പ് ആണെങ്കിൽ യുവർ പൈ ഇലക്ട്രോൺ ഡെൻസിറ്റി വിൽ ബി വിഡ്രോൺ. അപ്പോൾ ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് വരും അല്ലെ. ദിസ് കാർബൺ വിൽ ബി ഹാവിംഗ് എ പോസിറ്റീവ് ചാർജ് ബിക്കോസ് ഓഫ് ദി മൈനസ് എം ഇഫക്ട്. അപ്പോൾ അഡ്ജസന്റ് ആയിട്ട് രണ്ട് പോസിറ്റീവ് ചാർജ് വന്നാൽ എക്സിസ്റ്റിംഗ് കാർബോകാറ്റോൺ ഹൈലി ഡീസ്റ്റെബിലൈസ്ഡ് ആകും. ഡീസ്റ്റെബിലൈസ്ഡ് ആകുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഇന്റർമീഡിയറ്റ് ടു ഹയർ എനർജി ലെവലിലേക്ക് പോകും. കറക്റ്റ്. അപ്പോൾ ഹയർ എനർജി ലെവലിലേക്ക് പോയാൽ ഹൗ വിൽ ദി എനർജി പ്രൊഫൈൽ ഡയഗ്രാം ലുക്ക് ലൈക്ക്? എനിക്ക് ഈസിലി വരയ്ക്കാവുന്നതേ ഉള്ളൂ. ഇറ്റ് വിൽ ലുക്ക് സംതിങ് ലൈക്ക് ദിസ്, റൈറ്റ് അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് ഇനിയും ആക്ടിവേഷൻ എനർജി നോക്കിയാലോ. ഫസ്റ്റ് സ്റ്റെപ്പ് 2 ആക്ടിവേഷൻ എനർജി സ്റ്റിൽ ഇന്റർമീഡിയറ്റ് 1 ട്രാൻസ്റ്റേറ്റ് 2 ഗ്യാപ്പാണ്. ദിസ് ഇസ് EA2. അതുപോലെ സ്റ്റെപ്പ് 3 നോക്കണമെങ്കിൽ ഇറ്റ് ഈസ് ബിറ്റ്വീൻ ഇന്റർമീഡിയറ്റ് 2 ആൻഡ് ട്രാൻസ്റ്റേറ്റ് 3 അല്ലെ. ദിസ് ഇസ് EA3 അല്ലെ. അപ്പോൾ ഇവിടെ ഏതാണ് ചെറിയ വാല്യൂ നിങ്ങൾ കണ്ടറിയാം. EA3 ആണ് ചെറിയ വാല്യൂ. സോ ബിഗർ ബാരിയർ എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് 2 ബാരിയർ ആണ്. ദാറ്റ് മീൻസ് യോർ സ്റ്റെപ്പ് 2 ആണ് RDS. കറക്റ്റ് അല്ലെ. അപ്പൊ നമ്മൾ വിഡ്രോയിങ് ഗ്രൂപ്പ് ഉള്ളപ്പോൾ സ്റ്റെപ്പ് 2 RDS ആണെന്നും ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ഉള്ളപ്പോൾ സ്റ്റെപ്പ് 3 ആണ് RDS എന്നും മനസ്സിലാക്കി അല്ലെ. സെയിം മെക്കാനിസം ആണ്, പക്ഷെ റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ് മാറുന്നുണ്ട്. ഈ ഒരു ഇൻഫർമേഷൻ നമുക്ക് ഹാമറ്റ് പ്ലോട്ടിലേക്ക് എങ്ങനെ കൊണ്ടുവരാൻ പറ്റും? അപ്പൊ ഹാമറ്റ് പ്ലോട്ട് എന്താണെന്നുള്ള അണ്ടർസ്റ്റാൻഡിംഗ് നിങ്ങൾക്ക് ഓൾറെഡി ഉണ്ടായിരിക്കണം. വിൽ ജസ്റ്റ് revisit the idea about what exactly is Hammett plot. So Hammett plot in ഒരു കോണ്ടെക്സ്റ്റ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. there will be a standard reaction. A standard reaction എന്ന് പറഞ്ഞാൽ ഒരു ester hydrolysis ആണ്. So I'll be just writing that for easy understanding. നിങ്ങളുടെ ഒരു aromatic ring ഉണ്ട്. there will be an ester functionality here. Okay, for the time being methyl ester ആയിട്ട് എഴുതാം. and you are doing a hydrolysis using let's say OH minus NaOH ആകാം. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് കറസ്പോണ്ടിങ് കാർബോക്സിലേറ്റ് ആനയോൺ ആയിരിക്കും. റൈറ്റ്. സോ ഇതാണ് സ്റ്റാൻഡേർഡ് റിയാക്ഷൻ. ഇതിന്റെ പാരാ പൊസിഷനിൽ നിൽക്കുന്ന സബ്സ്റ്റിറ്റ്യൂവന്റ് ഹൈഡ്രജൻ ആണ്. പ്രൊഡക്റ്റിലേക്ക് വരുമ്പോഴും ഹൈഡ്രജൻ ആയിരിക്കും. അതുകൊണ്ട് ഈ റിയാക്ഷന്റെ ഡിസ്ക്രിപ്റ്ററിൽ അതിന്റെ റേറ്റ് കോൺസ്റ്റന്റിന്റെ ഡിസ്ക്രിപ്റ്റർ ആയിട്ട് ഹൈഡ്രജൻ എഴുതാം. ഓക്കെ. സോ KH എന്ന് പറഞ്ഞാൽ ഈ പെർട്ടിക്കുലർ റിയാക്ഷന്റെ റേറ്റ് കോൺസ്റ്റന്റ് ആണ്. സോ ഇഫ് ദിസ് പെർട്ടിക്കുലർ ടെംപ്ലേറ്റിലെ നിങ്ങളുടെ ഹൈഡ്രജന് പകരം ഒരു എക്സ് ഗ്രൂപ്പ് വരികയായിരുന്നെങ്കിൽ, ഇഫ് ദർ വാസ് ആൻ എക്സ് ഗ്രൂപ്പ്, എക്സ് കുഡ് ബി എനിത്തിങ്, ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ആകാം, ഇലക്ട്രോൺ വിഡ്രോയിങ് ആകാം, ആയിരുന്നെങ്കിൽ ആ കറസ്പോണ്ടിങ് റിയാക്ഷന്റെ റേറ്റ് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? KX ആയിരിക്കും അല്ലേ. അപ്പോൾ KX എന്ന് പറഞ്ഞാൽ ഡിപ്പെൻഡിങ് അപ്പോൺ എക്സ്, ചിലപ്പോൾ എക്സ് OMe ആകാം, എക്സ് NO2 ആകാം, ഡൊണേറ്റിംഗ് ആകാം, വിഡ്രോയിങ് ആകാം. അപ്പോൾ NO2 ആകുമ്പോൾ ചിലപ്പോൾ റേറ്റ് എൻഹാൻസ് ആയിട്ടുണ്ടോ, OMe ആകുമ്പോൾ എൻഹാൻസ് ആയിട്ടുണ്ടോ എന്നുള്ളൊരു ഐഡിയ നമുക്ക് കിട്ടും അല്ലെ. അതായത് KX/KH എന്ന് പറയുന്ന റേഷ്യോ നിങ്ങൾക്ക് എപ്പോഴും കണ്ടുപിടിക്കാൻ പറ്റും ഫോർ എവറി KX. സോ KX/KH റേഷ്യോ ക്യാൻ ബി ടാബുലേറ്റഡ് ആൻഡ് ദാറ്റ് ഗീവ്സ് us an idea about whether the substituent is going to enhance the reaction rate. അപ്പോൾ ഇതൊരു വൈഡർ റേഞ്ചിലേക്ക് പോകുന്ന ഒഴിവാക്കാൻ വേണ്ടി യു നോർമലി പുട്ട് ദിസ് ഇൻ ദ ലോഗരിതമിക് സ്കെയിൽ അല്ലെ. ഈ ലോഗരിതമിക് സ്കെയിലിലുള്ള ഈ പെർട്ടിക്കുലർ ഫ്രാക്ഷനെയാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂവന്റ് പാരാമീറ്റർ എന്ന് വിളിക്കുന്നത്, which is called as sigma. Okay, sigma എന്ന് പറയുന്നത് that is എക്സ് റിയാക്ഷനിൽ എന്താണ് ചെയ്യുന്നത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. സിഗ്മ വിൽ ബി ഡിഫൈൻഡ് വാല്യൂ ഫോർ ഓൾ ദി എക്സസ്. ഏത് എക്സ് വന്നാലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് സിഗ്മ വാല്യൂ ഓൾറെഡി ടാബുലേറ്റഡ് ആണ്. വെരി സിമ്പിൾ. നൗ ഇതേ ടെംപ്ലേറ്റിൽ പുതിയൊരു റിയാക്ഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. അവിടെയും അതിന്റെ ഒരു സ്റ്റാൻഡേർഡ് റേറ്റ് ഉണ്ടായിരിക്കും, വിച്ച് വിൽ ബി KH അല്ലെ. എച്ച് സബ്സ്റ്റിറ്റ്യൂവന്റ് ആയിട്ടുള്ള റിയാക്ഷന്റെ റേറ്റ് ഉണ്ടായിരിക്കും. അവിടെയും നിങ്ങൾക്ക് എച്ചിന് പകരം എക്സ് കൊണ്ടുവന്നാൽ there will be a KX. So you can pretty much find KX/KH for the new reaction. ഇപ്പോൾ ന്യൂ റിയാക്ഷനെ ഞാൻ NR എന്ന് എഴുതുകയാണ്, സ്റ്റാൻഡേർഡ് റിയാക്ഷനെ ഞാൻ SR എന്ന് എഴുതുക. ഓക്കെ. അപ്പോൾ ഈ സ്റ്റാൻഡേർഡ് റിയാക്ഷനിലും ന്യൂ റിയാക്ഷനിലും ഉണ്ടാകുന്ന റേറ്റിന്റെ എൻഹാൻസ്മെന്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് പറഞ്ഞാൽ കൈൻഡ് ഓഫ് സിമിലർ ട്രെൻഡ് ആയിരിക്കും, പക്ഷേ സെയിം ഇന്റൻസിറ്റിയിലായിരിക്കില്ല. ഓർ ഇൻ സിമ്പിൾ വേർഡ്സ് യു ക്യാൻ ടെൽ ദാറ്റ് പുതിയൊരു റിയാക്ഷന്റെ ലോഗരിതമിക് സ്കെയിലിലുള്ള KX/KH റേഷ്യോ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി പ്രൊപ്പോർഷണൽ ടു യോർ സിഗ്മ വാല്യൂ. സിഗ്മ വാല്യൂ എന്താണ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം അല്ലെ. ഇറ്റ് വിൽ ബി പ്രൊപ്പോർഷണൽ ടു യോർ സിഗ്മ വാല്യൂ.
അപ്പോൾ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് ഈ പ്രൊപ്പോർഷണാലിറ്റി ബ്രേക്ക് ചെയ്യാം. ആൻഡ് പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആണ് റോ ഈസ് കോൾഡ് റിയാക്ഷൻ പാരാമീറ്റർ. ഇറ്റ് വിൽ ബി എ സ്പെസിഫിക് വാല്യൂ ഫോർ എ സ്പെസിഫിക് റിയാക്ഷൻ. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഹാമഡ് ഇക്വേഷൻ. ഇതിനെ പ്ലോട്ട് ആക്കി മാറ്റണമെങ്കിൽ വളരെ എളുപ്പമാണ്. ദിസ് ഇസ് ഓൾറെഡി എക്സിസ്റ്റിംഗ് ഇൻ ദി template of y is equal to mx plus c. ഇതിൽ ഇന്റർസെപ്റ്റ് 0 ആണെങ്കിൽ you can pretty much get y is equal to mx relation. y എന്താണ്? y is your logarithmic ratio of kx by kh. x എന്ന് പറഞ്ഞാൽ if you are putting it as the substituent constant, your slope will be your reaction parameter. അപ്പോൾ നിങ്ങൾക്ക് ഈ പെർട്ടിക്കുലർ ലോഗരിതം ഓഫ് റിയാക്ഷൻ റേറ്റിന്റെ റേഷ്യോയും സിഗ്മയും പ്ലോട്ട് ചെയ്താൽ യു വിൽ ബി ഏബിൾ ടു ഒബ്റ്റെയിൻ ദി റോ ആസ് ദി കറസ്പോണ്ടിങ് സ്ലോപ്പ് ഓഫ് ദി റിയാക്ഷൻ. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് കറസ്പോണ്ടിങ് ഈ പെർട്ടിക്കുലർ റിയാക്ഷനിൽ നിന്ന് ഡിറൈവ് ചെയ്യാം? ദാറ്റ് ഈസ് വാട്ട് വി ആർ ഗോയിങ് ടു ട്രൈ ആൻഡ് വി വിൽ ബി ഡൂയിങ് ഇറ്റ് റൈറ്റ് നൗ. റൈറ്റ്. സോ ഫസ്റ്റ് വി വിൽ കൺസിഡർ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ആയിരിക്കുന്ന കേസിൽ എക്സ്. അപ്പോൾ എന്താണ് സംഭവിക്കുക നോക്കാം. വി ഓൾറെഡി നോ സ്റ്റെപ്പ് 3 ആണ് RDS. സോ അവർ ഫോക്കസ് ഷുഡ് ബി ഓൺ സ്റ്റെപ്പ് 3. അപ്പോൾ ഫോർ ഈസ് ഓഫ് അനാലിസിസ് നമ്മൾ 3 ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്സ് കൺസിഡർ ചെയ്യാം ജനറൽ ആയിട്ട്, പ്രത്യേകിച്ച് ഗ്രൂപ്പിനെ എടുക്കുന്നില്ല. ആൻഡ് ആ ഗ്രൂപ്പുകളെ 1, 2, 3 എന്ന് നമ്മൾ ലേബൽ ചെയ്യുകയാണ്. വി ആർ ജസ്റ്റ് നെയിമിങ് ഇറ്റ്, സ്പെസിഫിക് ഗ്രൂപ്പ് എടുക്കുന്നില്ല. ആൻഡ് അലോങ് വിത്ത് ദാറ്റ് വി ആർ ഹാവിംഗ് ഹൈഡ്രജൻ. ഓക്കെ, ഹൈഡ്രജൻ ആണ് നമ്മുടെ സബ്സ്റ്റിറ്റ്യൂഷൻ ഇല്ലാത്ത കേസ്. അപ്പോൾ ഈ 1, 2, 3 എന്ന് എടുത്തതിന്റെ ഉദ്ദേശം വളരെ സിമ്പിൾ ആണ്. നിങ്ങൾക്ക് ഇങ്ങോട്ടൊരു റെഡ് ആരോ കാണാം. റെഡ് ആരോ റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒന്നിനാണ് ഏറ്റവും കൂടുതൽ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് കപ്പാസിറ്റി. യു ക്യാൻ സി മോർ ഡൊണേഷൻ കറസ്പോണ്ട്സ് ടു 1. ആൻഡ് സെക്കൻഡിന് കുറച്ച് കുറവാണ് ഡൊണേഷൻ, തേർഡിന് തീരെ കുറവാണ്, ഹൈഡ്രജന് ലീസ്റ്റ് ആണ് ഡൊണേഷൻ. ദിസ് ഈസ് ദ ഐഡിയ. അങ്ങനെയാണെങ്കിൽ ഇന്റർമീഡിയറ്റ് 2ലേക്ക് വരുമ്പോൾ നിങ്ങൾക്കറിയാം ഡൊണേഷൻ കപ്പാസിറ്റി കൂടുമ്പോഴാണ് നിങ്ങളുടെ കാർബോകേറ്റൺ കൂടുതൽ സ്റ്റേബിൾ ആകുന്നത്. റൈറ്റ്. അപ്പോൾ 1ന്റെ കേസിലാണ് മോർ ഡൊണേഷൻ. 1ന്റെ കേസിലായിരിക്കും ഇന്റർമീഡിയറ്റ് 2 മാക്സിമം സ്റ്റെബിലൈസ്ഡ് ആകുക. സ്റ്റെബിലൈസ്ഡ് ആകുക എന്ന് പറഞ്ഞാൽ എന്താണ് സംഭവിക്കുക? ഇത് ഫർദർ ലോവേർഡ് ആകുക, അല്ലെ, താഴേക്ക് കുറച്ച് വരിക. അങ്ങനെ താഴേക്ക് കുറച്ച് വന്നാൽ ഇന്റർമീഡിയറ്റ് 2 ഫർദർ ലോവേർഡ് ആയാൽ എന്ത് സംഭവിക്കും? സ്റ്റെപ്പ് 3ലെ ആക്ടിവേഷൻ എനർജിക്ക് എന്ത് സംഭവിക്കും? അത് കൂടും. കാരണം എന്താണ്? ഇന്റർമീഡിയറ്റ് 2 താഴേക്ക് വന്നു. സോ ദ ന്യൂ ഡിസ്റ്റൻസ് ഫ്രം ഇന്റർമീഡിയറ്റ് 2 ടു ട്രാൻസിഷൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ വാല്യൂ ആയിരിക്കും, അല്ലെ. അപ്പൊ ആക്ടിവേഷൻ ബാരിയർ വലുതാകുന്നതായിട്ട് കാണാൻ പറ്റും ഇഫ് ഇന്റർമീഡിയറ്റ് 2 ഈസ് സ്റ്റെബിലൈസ്ഡ്. അങ്ങനെ ആക്ടിവേഷൻ ബാരിയർ വലുതായാൽ അതിന്റെ അർത്ഥം എന്താണ്? റിയാക്ഷന്റെ റേറ്റ് എന്തായി? സ്ലോവർ ആയി, അല്ലെ. സോ ഇഫ് യുവർ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ഈസ് ഹാവിംഗ് മാക്സിമം ഡൊണേഷൻ, ദ കറസ്പോണ്ടിങ് റേറ്റ് ഈസ് എന്തായിരിക്കും? സ്ലോവർ ആയിരിക്കും. റേറ്റ് സ്ലോവർ ആയിരിക്കും. അപ്പോൾ മിനിമം ഡൊണേഷൻ ആണെങ്കിലോ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. മിനിമം ഡൊണേഷൻ ആണെങ്കിൽ റിയാക്ഷൻ വിൽ ബി റിലേറ്റീവ്ലി ഫാസ്റ്റർ, അല്ലെ. അപ്പൊ ഇത് നമുക്ക് എങ്ങനെ ഈ ഒരു പ്ലോട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റും? വളരെ സിമ്പിൾ ആണ്. ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ഇവിടെയാണ് കിടക്കുന്നത്, അല്ലെ, ലെഫ്റ്റ് സൈഡിലാണ് അതിന്റെ സിഗ്മ വാല്യൂ. ഇതിന്റെ മാക്സിമം ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് കപ്പാസിറ്റി ലെഫ്റ്റ് മോസ്റ്റ് സൈഡിലാണ്. അപ്പൊ ലെഫ്റ്റ് മോസ്റ്റ് സൈഡിൽ മാക്സിമം ഡൊണേഷൻ കപ്പാസിറ്റി ഉണ്ടെങ്കിൽ, റൈറ്റ്, വാട്ട് വിൽ ബി ദ കറസ്പോണ്ടിങ് കെ വാല്യൂ? കെ വാല്യൂ എന്തായിരിക്കും? ഏറ്റവും കുറവായിരിക്കും. കാരണം വി ഓൾറെഡി നോ ദ റിയാക്ഷൻ വിൽ ബി സ്ലോവർ ഫോർ മോർ ഡൊണേഷൻ. കെ വാല്യൂ ഏറ്റവും കുറവാണെങ്കിൽ കറസ്പോണ്ടിങ് റേഷ്യോയും, അതായത് kx/kh എന്ന് പറയുന്ന റേഷ്യോയും കുറയും. ഓൾറൈറ്റ്. അപ്പോൾ കുറയുക എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി സംവെയർ ഹിയർ. ഐ വിൽ ബി ജസ്റ്റ് ക്വാളിറ്റേറ്റീവ്ലി പ്ലോട്ടിംഗ് ദാറ്റ് ഫോർ 1ന്റെ കേസിൽ എവിടെയായിരിക്കും? ഇപ്പം 2ലേക്ക് വരുമ്പോൾ എന്താണ്? റിയാക്ഷൻ ഫാസ്റ്റർ ആകുകയാണ്. ഫാസ്റ്റർ ആകുന്ന പറഞ്ഞാൽ കെ വാല്യൂ കൂടുകയാണ് എന്നാണ് അർത്ഥം. സോ യു ക്യാൻ pretty much get higher k value, then even higher k value, then here ഹൈഡ്രജൻ ആകുമ്പോൾ കെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. വെരി സിമ്പിൾ. കാരണം എക്സ് ഹൈഡ്രജൻ ആയാൽ ഈ ഫ്രാക്ഷൻ എന്തായി മാറും? കെ എക്സ് എന്ന് പറഞ്ഞാൽ കെ എച്ച് ആയി മാറും. സോ ദാറ്റ് വിൽ ബി ഇവൻച്വലി kh/kh. ഈ റേഷ്യോ kh/kh ആണ്. kh/kh എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ആണ്. ലോഗരിതം ഓഫ് 1 ഈസ് നത്തിങ് ബട്ട് 0. അപ്പം സിഗ്മ ഓഫ് ഹൈഡ്രജൻ 0 ആണ്. അതിന്റെ കറസ്പോണ്ടിങ് ലോഗരിതമിക് ഫ്രാക്ഷനും 0 ആണ്. സോ നിങ്ങളുടെ കറസ്പോണ്ടിങ് ഈ ഒരു ഏരിയയിലെ പ്ലോട്ട് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം? യു ക്യാൻ ജസ്റ്റ് കണക്ട് ദീസ് ഡോട്ട്സ് ആൻഡ് യു വിൽ ബി ഏബിൾ ടു ജനറേറ്റ് ദി കറസ്പോണ്ടിങ് പ്ലോട്ട് ഫോർ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്സ്. കറക്റ്റ് അല്ലേ? ഇതുപോലെ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പിന്റെ കാര്യത്തിലും കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പിന്റെ കേസിൽ നിങ്ങൾ നോക്കിയാൽ സിമിലർലി നമുക്ക് 3 ഗ്രൂപ്പ്സ് എടുക്കാം. റോമൻ ന്യൂമറലാണ് എടുത്തിരിക്കുന്നത്. സോ ദാറ്റ് വി ആർ നോട്ട് മിക്സിംഗ് ഇറ്റ് അപ്പ്, അല്ലെ. അപ്പോൾ ഹൈഡ്രജൻ ഉണ്ട് 3, 2, 1. 3ഉം 2ഉം 1ഉം ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്സ് ആണ്. സോ വി ഓൾറെഡി നോ. ഇവിടെ കാണിച്ചിരിക്കുന്ന റെപ്രസെന്റേഷൻ ഒന്ന് നോക്കുക. 1നാണ് ഏറ്റവും കൂടുതൽ ഇലക്ട്രോൺ വിഡ്രോയിങ് എഫക്ട്, ഹൈഡ്രജൻ ആണ് ഏറ്റവും കുറവ് വിഡ്രോയിങ് എഫക്ട്. ആ ഒരു ഐഡിയ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. നോ, വാട്ട് വിൽ ഹാപ്പൻ? എക്സ് വിഡ്രോയിങ് ഗ്രൂപ്പ് ആണെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം മീസോമറിക് വിഡ്രോവൽ കാരണം ഇവിടെ പോസിറ്റീവ് ചാർജ് വരും. പോസിറ്റീവ് ചാർജ് തന്നെ ഡീസ്റ്റെബിലൈസ് ചെയ്യും, അല്ലെ. അപ്പോൾ കൂടുതൽ വിഡ്രോയിങ് ആയാൽ നിങ്ങളുടെ ഇന്റർമീഡിയറ്റ് കൂടുതൽ ഡീസ്റ്റെബിലൈസ്ഡ് ആവും. കൂടുതൽ ഡീസ്റ്റെബിലൈസ്ഡ് ആയാൽ അതിന്റെ അർത്ഥം എന്താണ്? ഇന്റർമീഡിയറ്റ് 2 മേലേക്ക് പോകും. ഇന്റർമീഡിയറ്റ് 2 മേലേക്ക് പോയാൽ അതിന്റെ അടുത്തിരിക്കുന്ന ട്രാൻസിഷൻ സ്റ്റേറ്റ് 2ന് എന്ത് സംഭവിക്കും?
അതും മേലേക്ക് പോകും. ബേസിക് ഹാമണ്ട് പോസ്റ്റുലേറ്റ് ആണ്, നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. ട്രാൻസിസ്റ്റർ സ്റ്റേറ്റ് ക്ലോസസ്റ്റ് എനർജി സ്പീഷീസുമായിട്ട് ജോമെട്രിക്കലി റിലേറ്റഡ് ആയിരിക്കും അല്ലെ, എനർജറ്റിക്കലിയും ജോമെട്രിക്കലിയും റിലേറ്റഡ് ആണ്. അപ്പൊ ഇന്റർമീഡിയറ്റ് 2 ആണ് ക്ലോസസ്റ്റ് സ്പീഷീസ്. അതിന് എന്ത് സംഭവിക്കുന്നു അതുപോലെ ട്രാൻസിസ്റ്റർ 2 അഫക്റ്റഡ് ആവും. ഇന്റർമീഡിയറ്റ് 2 മേലേക്ക് പോയാൽ ട്രാൻസിസ്റ്റർ സ്റ്റേറ്റ് 2 മേലേക്ക് പോകും. ട്രാൻസിസ്റ്റർ സ്റ്റേറ്റ് മേലേക്ക് പോയാൽ എന്താണ് സംഭവിക്കുന്നത് നമുക്കറിയാം. സ്റ്റെപ്പ് 2 ആക്ടിവേഷൻ എനർജി എന്താകും, കൂടും അല്ലെ. ആക്ടിവേഷൻ എനർജി കൂടും. ബിക്കോസ് ആക്ടിവേഷൻ എനർജി എന്ന് പറഞ്ഞാൽ ഇന്റർമീഡിയറ്റ് 1 ടു ട്രാൻസിസ്റ്റർ സ്റ്റേറ്റ് 2 ആണ് അല്ലെ. ട്രാൻസിസ്റ്റർ സ്റ്റേറ്റ് 2 മേലേക്ക് പോയാൽ കറസ്പോണ്ടിങ് ആക്ടിവേഷൻ എനർജിയും കൂടും. ആക്ടിവേഷൻ എനർജി കൂടിയാൽ എന്ത് സംഭവിക്കും, റിയാക്ഷന്റെ റേറ്റ് സ്ലോവർ ആകും. റൈറ്റ്, അത് എപ്പോഴാണ് സംഭവിച്ചത്, കൂടുതൽ വിഡ്രോയിങ് എഫക്ട് വന്നപ്പോൾ. കൂടുതൽ വിഡ്രോയിങ് എഫക്ട് ആർക്കാണുള്ളത്, 1-ന്. ആൻഡ് ഹൗ ക്യാൻ വി അക്കോമഡേറ്റ് ദിസ് ഇൻ ടു ദ പെർട്ടിക്കുലർ പ്ലോട്ട്. ഏറ്റവും കൂടുതൽ വിഡ്രോയിങ് എഫക്ട് വരിക ഈ പ്ലോട്ടിന്റെ റൈറ്റ് എൻഡിലാണ്. റൈറ്റ് എൻഡിൽ നിങ്ങളുടെ കറസ്പോണ്ടിങ് റേറ്റ് എന്തായിരിക്കും, ഏറ്റവും കുറവായിരിക്കും. സോ ഐ ക്യാൻ പ്രിറ്റി മച്ച് പുട്ട് എ ക്രോസ് ഹിയർ. ഓൾറൈറ്റ്, അപ്പോ ഇത് സ്ലോവർ ആയിരിക്കും. ഹൈഡ്രജന്റെ അടുത്തേക്ക് വരുമ്പോൾ ലെസ് വിഡ്രോയിങ് എഫക്ട് ആണ്. ലെസ് വിഡ്രോയിങ് എഫക്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇന്റർമീഡിയറ്റ് അത്രത്തോളം ഡീസ്റ്റെബിലൈസ്ഡ് ആവില്ല. അത്രത്തോളം ഡീസ്റ്റെബിലൈസ്ഡ് ആയില്ലെങ്കിൽ ആക്ടിവേഷൻ എനർജി ഒത്തിരി കൂടിയില്ലെങ്കിൽ റിയാക്ഷൻ റിലേറ്റീവ്ലി ഫാസ്റ്റർ ആയിരിക്കും അല്ലെ. സോ ഇവിടെ റിയാക്ഷൻ ഫാസ്റ്റർ ആയിരിക്കും. സോ വെൻ യു കം ക്ലോസർ ടു ഹൈഡ്രജൻ വിച്ച് ഈസ് നിയർ ദിസ് പോയിന്റ്, നിങ്ങളുടെ റിയാക്ഷൻ എന്താകും, ഫാസ്റ്റർ ആകുന്ന കാണാം. സോ യു ക്യാൻ പ്രിറ്റി മച്ച് ഡെവലപ്പ് ദി പ്ലോട്ട് ലൈക്ക് ദിസ്. റൈറ്റ്, ഇവിടെ ഈ 3 പോയിന്റുകൾ കണക്ട് ചെയ്താൽ യു വിൽ ബി ഏബിൾ ടു ജനറേറ്റ് ദി ആക്ച്വൽ പ്ലോട്ട് അല്ലെ. ഇപ്പൊ പ്ലോട്ട് പറയുന്നത് ഇലക്ട്രോൺ വിഡ്രോയിങ് എഫക്ട് കൂടുകയാണെങ്കിൽ റേറ്റ് വിൽ ബി സ്ലോവർ. ഇലക്ട്രോൺ വിഡ്രോയിങ് എഫക്ട് കുറയുകയാണെങ്കിൽ റേറ്റ് ഈസ് ഗെറ്റിംഗ് ഹയർ അല്ലെ. ഇതാണ് റേറ്റ് തരുന്ന ആക്സിസ്. സോ മേലേക്ക് പോകുമ്പോൾ ഹയർ ആകുകയാണ് ചെയ്യുന്നത്. ദിസ് ഇസ് ലോവർ വാല്യൂസ്. റൈറ്റ്, അപ്പോൾ നിങ്ങൾ ജനറേറ്റ് ചെയ്ത പ്ലോട്ട് ഇതാണ്. യു ആർ ഹാവിംഗ് 2 സ്ലോപ്പുള്ള പ്ലോട്ടാണ് കിട്ടുക. ആൻഡ് ഈ ഒരു സിസ്റ്റത്തിന്റെ അല്ലെങ്കിൽ ഈ ഒരു പ്ലോട്ടിന്റെ കർവേച്ചർ എന്താണ്, നെഗറ്റീവ് കർവേച്ചർ ആണ് അല്ലെ, നെഗറ്റീവ് കർവേച്ചർ. സോ ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ ചെക്ക് ചെയ്തിരിക്കുന്ന കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ്, പക്ഷേ ഒരു അഡ്വാൻസ്ഡ് അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. കാരണം ഈ പ്ലോട്ട് ഒരു ലീനിയർ പ്ലോട്ട് അല്ല, നോൺ ലീനിയർ പ്ലോട്ടാണ്. നിങ്ങൾ അക്കാഡമിക് ടെക്സ്റ്റ് ബുക്ക് നോക്കിയാൽ നിങ്ങൾ കാണാൻ പറ്റും. ഇതിന് മറ്റൊരു പേരും കൂടിയുണ്ട്, അബ്നോർമൽ ഹാമറ്റ് പ്ലോട്ട് അല്ലെ. അപ്പോൾ വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ് ഈ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടെങ്കിൽ, പക്ഷേ പലപ്പോഴും കുട്ടികൾ പഠിക്കുമ്പോൾ ഈ ഒരു കൺസെപ്റ്റ് ഓവർലുക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഈ ഒരു ഡിസ്കഷനോട് കൂടി അത് ഉണ്ടാവരുത്. സിമിലർ ഏരിയയിൽ നിന്ന് വരും എക്സാമുകളിൽ ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഈസിലി ചെയ്യാൻ പറ്റണം. അതായിരുന്നു ഈ ഡിസ്കഷന്റെ ഉദ്ദേശം. അപ്പോൾ അത് മനസ്സിലാക്കി നിങ്ങൾ റിയാക്ഷന്റെ മെക്കാനിസവും കറസ്പോണ്ടിങ് റേറ്റിന്റെ അനാലിസിസും ഒന്ന് ഫണ്ടമെന്റലി അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ശ്രമിക്കുക. So that will be it in this particular discussion. Thank you all.